കേരളം 6 മാസത്തേക്ക് പ്രസിഡന്റ് ഭരിക്കുമോ? വളരെ കൗതുകമുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അതായത് 30 മുതൽ 35 സീറ്റ് വരെ, 37 വരെ പറയുന്നത്, ഞാൻ 35 സീറ്റ് വരെ BJP ഒരു രണ്ടാം കക്ഷിയായി വരും എന്നാണ് ഇപ്പോഴുള്ള നിഗമനം. നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ 10-30 സീറ്റിൽ ഇങ്ങനെ രണ്ടാം കക്ഷിയായി വരികയും ചെയ്തു. ആറ്റിങ്ങല്, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ചാത്തന്നൂര്, ഇങ്ങനെ പല മണ്ഡലങ്ങളിലും അവർ രണ്ടാം സ്ഥാനത്ത് വന്നു. അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വന്നാൽ ആ പാറ്റേൺ ആണ് ഇപ്പൊ പിടിക്കുന്നതെങ്കിൽ ഒരു 10 സീറ്റിന് മുകളിൽ BJP പിടിച്ചാൽ, എറൗണ്ട് 10 സീറ്റ് പിടിച്ചാൽ തൂക്ക് സഭ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തൂക്ക് സഭ എന്ന് പറഞ്ഞാൽ ഒരു 140 മണ്ഡലങ്ങളാണുള്ളത്. 140ലും തെരഞ്ഞെടുപ്പ് നടന്നു. 71 സീറ്റ് കിട്ടിയാലേ ഭരിക്കാൻ പറ്റുകയുള്ളൂ. 70 കിട്ടിയാലും ഇപ്പുറത്തുള്ളവർ രണ്ടുപേരും കൂടെ കൂടി യോജിക്കുകയാണെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. 69 വിട്ട് താഴോട്ട് പോയാൽ ഭരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഒരു 65 64 വീതോ ഒക്കെ വന്ന് ബാക്കി സീറ്റുകൾ BJP പിടിച്ചാൽ, അല്ലെങ്കിൽ 68 67 ഒക്കെ വന്ന് ബാക്കി സീറ്റ് BJP പിടിച്ചാൽ, എങ്ങനെയായാലും 71-ന് താഴെയുള്ള സീറ്റുകൾ BJP ഇവർ ഏതെങ്കിലും ഒരു മുന്നണി പിടിച്ചാൽ, രണ്ട് മുന്നണിയും 71-ന് താഴെയുള്ള 70-ന് താഴെയുള്ള സീറ്റാണ് പിടിക്കുന്നതെങ്കിൽ തൂക്ക് സഭ വരും. തൂക്ക് സഭ വന്നാൽ പ്രസിഡൻഷ്യൽ ഭരണമായിരിക്കും. 6 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. 6 മാസക്കാലം RSSകാരും സംഘപരിവാറുകാരും BJPക്കാരും നന്നായി ആനന്ദിക്കും. ശ്രീലേഖ IPS-ഉം സെൻകുമാർ IPS-ഉം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചേട്ടന്മാരൊക്കെ ആയിരിക്കും പിന്നെ സംസ്ഥാനത്ത് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ഗവർണറായിരിക്കും നേരിട്ട് ഭരിക്കുക. ഗവർണർക്ക് 6 മാസക്കാലം പിന്നെ കൈകാര്യം ചെയ്യാം. നല്ല രസമായിരിക്കും കേരളത്തിലെ കാര്യങ്ങൾ. ഈ സകലവിധ സുഡാപ്പികളും കൊങ്ങികളും സംഘികളും എല്ലാവരും തമ്മിലുള്ള നല്ല രസകരമായ സംഘർഷത്തിലേക്കും കാര്യങ്ങളിലേക്കും ആയിരിക്കും പോകുന്നത്. തൂക്ക് സഭ വരുമോ, അതായത് ഹങ് പാർലമെന്റ് വരുമോ, അല്ലെങ്കിൽ ഹങ് അസംബ്ലി വരുമോ, നിയമസഭ ഒരു തൂക്ക് സഭയായി മാറുമോ എന്നുള്ള വളരെ കൗതുകമുള്ള രസകരമായ മനോഹരമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടി ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറിയാൽ അത്ഭുതമില്ല. കാരണം 5 സീറ്റിന് മുകളിലേക്ക് പോയാൽ BJP പോയാൽ, 2020 സീറ്റുണ്ട്. 2020യുടെ പ്രധാനപ്പെട്ട നടികളൊക്കെ മത്സരിച്ചിരിക്കുന്നു. സീരിയൽ നടികളൊക്കെ മത്സരിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ വലിയ മത്സരമാണ് നടന്നത്. അതുപോലെ തന്നെ വളരെ വലിയ മത്സരമാണ് തൃപ്പൂണിത്തുറയിൽ നടന്നത്. ഏറ്റുമാനൂർ വലിയ മത്സരം നടന്നു. ചാത്തന്നൂരിൽ വലിയ മത്സരം നടന്നു. മണലൂരിൽ അനീഷ് വലിയ മത്സരം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ വലിയ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് വലിയ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. കരമന ജയൻ വലിയ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വളരെ വലിയ മത്സരമാണ് കാഴ്ചവെച്ചത്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയും ഒട്ടും പിന്നിലല്ല. മുരളീധരൻ മുന്നിലാണ്, ജയിക്കുമെന്ന് പറഞ്ഞാണ് മുരളീധരൻ കഴക്കൂട്ടത്തെ ഇപ്പോൾ നിൽക്കുന്നത്. സുധീർ ആറ്റിങ്ങൽ ജയിച്ചാൽ അത്ഭുതമില്ല. ഇങ്ങനെ ഓരോ ചാത്തന്നൂർ ഗോപൻ ജയിച്ചാൽ അത്ഭുതമില്ല. ഇങ്ങനെ ഒരുപാട് നമ്മുടെ പാലക്കാട് ചെല്ലുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ അത്ഭുതമില്ല. ഇങ്ങനെ മലമ്പുഴയിൽ കൃഷ്ണകുമാർ അവിടെ നിൽക്കുന്നുണ്ട് BJPയുടെ. അങ്ങനെ BJPക്ക് സ്വാധീനമുള്ള ഒരുപാട് മണ്ഡലങ്ങൾ, കാസർഗോഡ് അശ്വനിയുണ്ട്, മഞ്ചേശ്വരത്ത് സുരേന്ദ്രനുണ്ട്, വളരെ വലിയ പ്രഫുൽ കുമാറുണ്ട്, PK പ്രകാശ് ബാബു ഉണ്ട്. അങ്ങനെ വലിയ നേതൃത്വത്തിന്റെ വലിയ ആറന്മുളയിൽ കുമ്മനം ജയിക്കുമോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കുമ്മനം രാജശേഖരൻ വലിയ ശക്തമായ ഒരു തേർഡ് ഫോഴ്സാണ് അവിടുത്തെ. അപ്പോൾ കുമ്മനം രാജശേഖരൻ, ആറന്മുളയുണ്ട്. അങ്ങനെ അതിശക്തരായിട്ടുള്ള BJPക്കാർ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു 8-10 മണ്ഡലങ്ങളെങ്കിലും BJP പിടിച്ചാൽ BJPയുടെ കാലമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇവിടെ ഒരു തൂക്ക് സഭയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെ തൂക്ക് സഭയിലേക്ക് പോയാൽ പ്രസിഡൻഷ്യൽ ഭരണമായിരിക്കും വരുന്നത്. ഇത് സെൻകുമാർ ആൾറെഡി ഇത് പ്രവചിച്ചും കഴിഞ്ഞു. അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അദ്ദേഹം ഇട്ട് കഴിഞ്ഞു. ഒരു തൂക്ക് സഭയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും. പക്ഷെ BJPക്ക് അങ്ങനെ അഭിപ്രായമില്ല. കാരണം 5 മുതൽ 10 വരെ സീറ്റ് പിടിക്കുമെന്നൊന്നും BJPക്ക് ഒരു കോൺഫിഡൻസ് ഒന്നും ആയിട്ടില്ല അവരുടെ കാൽക്കുലേഷനിൽ. 4-5 സീറ്റിന് താഴെ 2-3 സീറ്റിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ അവരിപ്പോഴും. എന്തായാലും അതിനപ്പുറം ഒന്നും അവർ പോയിട്ടില്ല. പക്ഷേ 10 സീറ്റിനടുത്തേക്ക്, അല്ലെങ്കിൽ 5 സീറ്റിന് മുകളിലേക്ക്, 7 സീറ്റ് 8 സീറ്റ് 9 സീറ്റ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് BJP പോയാൽ തീർച്ചയായിട്ടും തൂക്ക് സഭയായിരിക്കും. രാജേന്ദ്ര ആർലേക്കർ ആയിരിക്കും നമുക്ക് സംസ്ഥാനം ഭരിക്കുന്നത്. പ്രസിഡൻഷ്യൽ ഭരണമായിരിക്കും. ഗവർണറായിരിക്കും അതിൻ്റെ ചാമ്പ്യൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ RSS BJPയിൽ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ പല സ്ഥലത്തും പ്രധാനപ്പെട്ട പൊസിഷനുകളിലും കാര്യങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും
അങ്ങനെ വരികയാണെങ്കിൽ, കേരളത്തിലൊരു തൂക്ക് സഭ വരികയാണെങ്കിൽ വീണ്ടും രാജ്യം, നമ്മുടെ സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ വളരെ രസകരമായിരിക്കും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും രാഷ്ട്രീയ ഇടപെടലുകളും വളരെ രസകരമായിരിക്കും. അതിലേക്ക് നമ്മൾ പോകുമോ എന്നറിയില്ല. എല്ലാം മെയ് 4 ഇപ്പോൾ പെട്ടിയിലിരിക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതെടുത്ത് മെയ് 4 എണ്ണിക്കഴിയുമ്പോഴാണ്, മെയ് 4 ഈ സമയമൊക്കെ ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും കേരളത്തിൽ ആർക്കാണ് ട്രെൻഡ്. UDF തരംഗം വരുമോ, നേരിയ ഭൂരിപക്ഷത്തിൽ LDF വരുമോ, അതോ LDFനെ UDFനെ അട്ടിമറിച്ചുകൊണ്ട് തേർഡ് ഫോഴ്സ് ആയിട്ട് BJP വരികയും ഒരു തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനുള്ള സംവിധാനം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. എന്തായാലും നമുക്ക് വരുന്ന കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു തേർഡ് ഫോഴ്സായി 10-30 മണ്ഡലങ്ങളിൽ BJP വോട്ട് പിടിച്ചാൽ അതിലൊരു 7-8 സീറ്റ് BJP കൈകാര്യം ചെയ്ത് പിടിച്ച് ജയിച്ചു വന്നാൽ പിന്നെ കേരള നിയമസഭയുടെ കളിമാറും. കേരള രാഷ്ട്രീയത്തിന്റെ അലകും പിടിയും തിരിയും. പിന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിനൂടെ വേരൂന്നാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ, ഈ ഘട്ടത്തിൽ തന്നെ തൂക്ക് സഭയും കൂടെ വരികയാണെങ്കിൽ ജഗപുക, അടിപൊളി, നല്ല സൂപ്പർ ആയിരിക്കും കാര്യങ്ങൾ. നമുക്ക് കാത്തിരുന്ന് കാണാം. തൂക്ക് സഭയോ, പ്രസിഡന്റ് ഭരിക്കുമോ, ഗവർണറാകുമോ താരം?